യേശുക്രിസ്തുവും ശ്രീകൃഷ്ണനും മുഹമ്മദ് നബിയൊക്കെ ക്രിമിനൽസ് ആണ് അല്ലെങ്കിൽ മെന്റലിസ്റ്റ് എന്നാണെന്നോ അങ്ങനെയാണ് പറയുന്നത്. തമ്പനയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ ചോദിച്ചാൽ അല്ലെ ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ജനങ്ങൾ അല്ല, അവിടെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പൊ പറഞ്ഞ ഈ 3 ആൾക്കാരും ഇതൊന്നും ചെയ്തതായിട്ട് ഒരു തെളിവും ഒരിടത്തുമില്ല. അവരുടെ ഗ്രന്ഥങ്ങളിൽ അവരെഴുതിയതല്ലോ ആ ഗ്രന്ഥങ്ങൾ. ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കുമ്പോൾ, സൂപ്പർമാനെയോ ഡിങ്കനെയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അവർ കൊടുക്കുന്ന രൂപവും അവർക്കുണ്ടാകേണ്ട ക്യാരക്ടേഴ്സ് എന്തായിരിക്കണമെന്നതും ആ എഴുതുന്ന ആൾ തീരുമാനിക്കുന്നതാണ്, അല്ലേ? അയാളുടെ മനോവികാരങ്ങളിലൂടെ പോകുന്ന അയാളുടെ സ്വപ്നങ്ങളെല്ലാം എഴുതി പിടിപ്പിച്ചിട്ട് ഇതൊക്കെ ശരിക്കും എന്തിനുണ്ടായതാ? മനുഷ്യനെ നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലേ, അല്ലേ? രാജഭരണകാലങ്ങളിൽ മനുഷ്യനെ നിയന്ത്രിക്കാൻ വേണ്ടി അവനെ ഫിയർ ഇവോക്കേറ്റ് ചെയ്താൽ മാത്രമാണ് ഒരു മനുഷ്യനെ ഫിയർ ഇവോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ തീർന്നു. അതെ, ശരിയാണ്, കറക്റ്റ് അല്ലേ? അപ്പൊ അതിന് കുറെ പ്രതിവിധികളും ചില വഴികളും മനഃശാസ്ത്രപരമായിട്ട്, അന്ന് സൈക്കോളജി എന്ന് പറഞ്ഞൊരു ടേം പോലും ഇല്ലാത്ത സമയത്ത് ആ മനസ്സിനെയൊക്കെ അവൻ കണ്ടെത്തി ഒരു മനുഷ്യന്റെ ബിഹേവിയർ പാറ്റേൺസിനനുസരിച്ചിട്ട് ഇതൊക്കെ എഴുതി പിടിപ്പിച്ച് കൃത്യമായിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നു. അത് കഴിഞ്ഞതാണ്.